നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിലെ ആ സ്കൂളിൽ പോയി കൊണ്ടിരുന്നെല്ലാം നടന്ന ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പോയ സ്കൂൾ എന്ന് പറഞ്ഞ കരിങ്കം ALP സ്കൂളാണ്. അവിടെ ഒന്ന് രണ്ട് കുറേ ചേച്ചിമാർ ചേട്ടന്മാരുടെ കൂടെ നടന്നു പോകുന്ന ഒരു കാര്യം ഓർമ്മയുണ്ട്. തിരിച്ചു വരുമ്പോൾ 1-ാം ക്ലാസ്സിലൊക്കെയാണ് ആദ്യമായിട്ട് തിരിച്ചു വരുന്ന സമയങ്ങളിൽ മാർക്ക് 50-50 മേടിച്ചു കഴിഞ്ഞാൽ ഒരു ക്രിസ്മസ് കാർഡ് സമ്മാനമായിട്ടൊക്കെ തരുമായിരുന്നു നമ്മുടെ ആൻറ്റി. അതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആ സമയങ്ങളിൽ. കാരണം നമ്മളിങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ സ്ലേറ്റിൽ എഴുതി 50-50 മാർക്കൊക്കെ മേടിച്ചിട്ട് കൊണ്ട് കാണിക്കുമ്പോൾ എനിക്ക് ഒരു ക്രിസ്മസ് കാർഡ്, നമുക്ക് പണ്ട് ക്രിസ്മസ് കാർഡ് ഇങ്ങനെ സമ്മാനമായിട്ട് തരും. അതായത് അവർക്ക് അയച്ചു തന്നിട്ട് പഴയ കാർഡായിരിക്കാം, പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ആ സമയത്ത്. അത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുപോലെ പഴയ കാലങ്ങളിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലേറ്റിൽ എഴുതിയിട്ട് സ്ലേറ്റ് മായ്ക്കാനായിട്ട് ഈ മഷികൾ ഉണ്ടല്ലോ, കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ മഷിത്തണ്ടെന്ന് ഒരു സാധനമുണ്ട്, അതിൻ്റെ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ തൂത്തത് ഇങ്ങനെ കെട്ടായിട്ട് കെട്ടിയിട്ട് കൊണ്ടു നടക്കും ആ സ്കൂളിൽ തൂക്കാനായിട്ട്. നമ്മൾ ഇപ്പം മൈക്രോവർ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ സൈഡിൽ തൂക്കുമ്പോൾ ഈ മഷി വെച്ച് തൂത്ത് കളയും. അതുപോലെ ചെറുപ്പത്തിൽ ഈ മയിൽപ്പീലിയൊക്കെ ഉണ്ട്. മയിൽപ്പീലി വെച്ചാൽ വിരിയും എന്നൊക്കെ പറഞ്ഞ ചില ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. മയിൽപ്പീലി വെച്ചിട്ട് ബുക്കിനുള്ളിൽ ആകാശം കാണാതെ വെച്ചാൽ ഇത് വിരിഞ്ഞ് അത് പ്രസവിക്കും എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓർത്തെടുത്തിട്ടുണ്ട്. ചെറുപ്പത്തിൻ്റെ ഒരു രസകരമായ, പക്ഷേ ഈ കാലഘട്ടത്തിൽ അതില്ല. കുട്ടികൾക്ക് പലപ്പോഴും പല സാഹചര്യങ്ങളിൽ അതൊന്നും കിട്ടേണ്ടതായ അവസരങ്ങൾ ആ ഒരു ഗ്യാപ്പം കടന്നുപോയി. അപ്പം നമ്മൾ ഓർക്കുവാണ് ചെറുപ്പത്തിലെ ഒരുപാട് രസകരമായ ചിന്തകളിലൂടെയായിരുന്നു നമ്മുടെ സ്കൂളിലെ. പലപ്പോഴും ചിലപ്പോൾ സാറന്മാർ പേടിപ്പിക്കും, പോകാൻ ഒരുപാട് മടി തോന്നിയിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ. പക്ഷെ ഇപ്പോൾ ഓർക്കുവാണ് ആ ഒരു കുഞ്ഞുകാലം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ബാല്യകാലം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഇപ്പോഴുള്ള കുട്ടികൾക്ക്, പിന്നെ കുട്ടികൾക്ക് സൗകര്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറയുന്നതെല്ലാം നമ്മൾ മേടിച്ചു കൊടുക്കും. എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളുണ്ട്, പക്ഷെ നമുക്കില്ല. നമുക്ക് ആ ചെറുപ്പകാലങ്ങളിൽ ഒരുപാട് സൗകര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ടൂറിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് പലപ്പോഴും പൈസ ഇല്ലാത്ത സിറ്റുവേഷനൊക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങളൊക്കെ നമ്മളങ്ങനെ ഒതുക്കി വെക്കും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം പരമാവധി നമ്മുടെ കുട്ടികൾ, നമുക്ക് ലഭിക്കാത്ത പല സന്തോഷങ്ങൾ നമ്മുടെ കുട്ടികളൊക്കെ ലഭിക്കണമെന്ന് കരുതി എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. ഒരുപക്ഷെ നമ്മുടെ കുട്ടികളെ നമ്മുടെ ദാരിദ്ര്യമോ അല്ലൊന്നും അറിയിക്കരുതെന്ന് ചിന്തിച്ചാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ പഴയ കാരണന്മാർ അങ്ങനെയല്ല. ദാരിദ്ര്യങ്ങളൊക്കെ അറിഞ്ഞ് വളർന്നതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ പണത്തിൻ്റെ മൂല്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പണ്ട് കാരണന്മാർ പറയാറുണ്ട്, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഈ 1-ാം ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് കയറ്റി വിടുന്ന ആ കുട്ടികളെ സംബന്ധിച്ച് പറയുന്നത്, ആ കുട്ടികളെ ചെറുപ്പം മുതൽ നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വളർത്തിക്കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ഇല്ലായ്മകളൊക്കെ കുട്ടികൾ അറിയട്ടെ, നമ്മുടെ തൊഴിൽ മേഖലകളൊക്കെ കുട്ടികൾ അറിയട്ടെ. ആ കുട്ടികളെല്ലാം അറിഞ്ഞുകൊണ്ട് വളർന്നാൽ ഭാവിയിലേക്ക് ആ കുട്ടികൾ നമുക്കിപ്പോഴും ഒരു മുതൽക്കൂട്ടായിരിക്കും. ഇല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ അവസ്ഥകളൊന്നും അറിയാതെ ഒരുപക്ഷെ അവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ഇപ്പോഴും പിഞ്ചു കുട്ടികൾ പോലും പറയാറുണ്ടോ, എനിക്കത് കിട്ടിയില്ല ഞാൻ ചത്ത് കളയും, അല്ലെ അങ്ങനെ ചാടിപ്പോകും, ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾ വരെ ഉണ്ട്. ഒരുപക്ഷെ ആ ഒരു ചിന്ത എന്തുകൊണ്ടെന്ന്, നമ്മളുടെ അവസ്ഥകൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ നമ്മൾ അറിയാതെ കുട്ടികളെ വളർത്തുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ പുതിയ എല്ലാ കാരണന്മാരും പറയുന്നതാണ്, എൻ്റെ കഷ്ടപ്പാട് എൻ്റെ കുട്ടി അറിയരുത്, ഞാൻ വളർന്നു വന്ന സാഹചര്യം എൻ്റെ കുട്ടികൾ അറിയരുത്, എൻ്റെ കുട്ടികളെ നന്നായി പഠിപ്പിക്കണം, നന്നായി വളർത്തണം, അവരൊന്നും ആ കഷ്ടപ്പാട് അറിയാതെ ജീവിക്കണം. പക്ഷേ എൻ്റെ അഭിപ്രായമല്ല, ഈ കഷ്ടപ്പാടുകൾ അറിഞ്ഞു തന്നെ കുട്ടികൾ വളരണം എന്നാണ്. നമ്മൾ ഏത് തൊഴിൽ മേഖലയിലായിരുന്നാലും, നമ്മൾ ഏത് ബുദ്ധിമുട്ടിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയാലും അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന എല്ലാ മക്കളും വളർന്നു വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ നല്ലൊരു തലമുറയായിട്ട് ആ കുട്ടികൾ മാറും. ചിന്തിക്കാനുള്ള ശേഷികളുണ്ടാവും. കാരണം പല കാര്യങ്ങളിലും നമ്മുടെ ഓവർ ആ ഒരു പ്രസൻസ് കൊണ്ട് തന്നെ കുട്ടികൾക്ക് പല കാര്യങ്ങളും സ്വന്തമായ രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു വിഗ്രത നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് അത് ചിന്തിക്കാനുള്ള അവർക്കും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് വളർന്ന്, അല്ല പറയണ്ടേ, പുറത്തും മഴയും കൊണ്ട് വെയിലും കൊണ്ട് എല്ലാ രീതിയിലും നമ്മളെ ഈ സാഹചര്യത്തിൽ വളർത്തി അതുപോലെ മക്കളെ വളർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു കുട്ടികളായിട്ട് ഭാവി തലമുറയിലെ മക്കളായിട്ട് മാറാനുള്ള എല്ലാ കഴിവും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ കുഞ്ഞു മക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒരു പുതിയ വർഷം ആരംഭിച്ചിരിക്കുന്നു. താങ്ക് യു.